ഞാൻ വരണേ. വാ പോവാ. അതെ നീ ഇന്ന് പറയണമെന്ന് വെച്ചാ പറഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ പറയുന്ന വെച്ചാ പറയും. എടാ അവളവിടെ ഉണ്ടിട്ടാ, നീ പറയില്ല ഇത്. ഞാൻ പറയും. എടാ നീ അത് പറയണോട്ടാ. ഒക്കോടാ നീ ധൈര്യമായിട്ട്. പറയടാ നീ. ഇഷ്ടമാണ്. അയ്യോ ഓടിക്കോടെ, ഇവൾക്ക് പ്രാന്താണ്. എടാ എനിക്ക് എന്റെ റൊമാൻസ് പുറത്തെടുക്കാൻ പറ്റില്ല. എടാ തെണ്ടി, നിന്റെ ഒടുക്കത്തെ റൊമാൻസ് മോനെ മതിയാക്കിക്കോ. ഇനി ഞാൻ മനുഷ്യനാണെങ്കിൽ നിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടൂല. അവന്റെ പ്രപ്പോസ് ചെയ്താൻ പറഞ്ഞപ്പോ അവന്റെ എന്നാ ശരി, നീ ഐസും വെച്ചിരുന്നു. എടാ നീ പൊക്കോ. അടിക്കണ്ടായിരുന്നിട്ടാ പാവൻ ചെക്കന്മാരെ. ഒരു നോ പറഞ്ഞാൽ മതിയായിരുന്നു. കുറച്ച് ഓവറായിപ്പോയി. എന്നാ വീട്ടിൽ പോവാം. ഇവനെന്താണോ ഇനി വേണ്ടത്? ഹലോ ഹലോ, വേദന ഉണ്ടോന്നാടാ? എടാ 2 പഞ്ഞിയും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ മൂക്കി വെച്ച് ശവപ്പെട്ടി കിടക്കായിരുന്നു. അമ്മാതിരി അടിയല്ലേടാ നിന്റെ തെണ്ടി ലവറ് കാണിച്ചു വെച്ചത്. പോടാ വെച്ചിട്ട്. എന്നാൽ അവൾക്കെന്താണ് എന്നോട് ഇത്ര പുച്ഛം? ഞാൻ നിന്റെ കാര്യത്തിൽ അത് ഇടപെടണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതെന്തായാലും ഇടപെട്ടില്ലെങ്കിൽ പറ്റില്ലല്ലോ, ഫ്രണ്ടായി പോയില്ലേ. എന്തായാലും ഒരു ഐഡിയ ഉണ്ട്. അതായത് എൻ്റെ ഒരു സംഗതി എൻ്റെ മാമൻ്റെ മോളാണ്. ഐ മീൻ മാമൻ്റെ മോള, അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പം ആള് വിചാരിച്ച ഇത് പറ്റും. അതായത് ഞാൻ പ്ലാൻ പറയട്ടെ. അവള് പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും ഒരു പൈസയുടെ ആവശ്യം വരും. അതൊക്കെ ഞാൻ സെറ്റാക്കാം പൈസ. അപ്പം ഞാൻ നോക്കട്ടെ ട്ടാ. ഉറപ്പില്ല, നോക്കുന്നായി. ഹലോ, മാമ നമ്മുടെ ആനിയാടയിലൊന്ന് കൊടുക്കുമോ? ഹലോ, അതെ ഞാൻ വിളിച്ചത് വേറെ ഒന്നല്ല, നമ്മുടെ ചെക്കൻ്റെ കാര്യം തന്നെയാണ്. നമുക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്താണ്. അപ്പം ആൾക്കൊരു ലവർ ഉണ്ട്. അപ്പം ഇങ്ങനെ നാളെ വന്നാൽ മതി. ഓക്കെ, അതെ ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അഭിനയിക്കും അവൾ നന്നായി. പിന്നെ നാളെ വരുമ്പോൾ പൈസയും കൊണ്ടുപോകാം. ഓക്കെ, അത്രയും പറയാനേ ഉള്ളൂ. ഐ ലവ് യു. നേഹ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നേഹ, ഐ ലവ് യു. ഇവൻ ഈ ഇൻട്രസ്റ്റ് പഠിക്കാൻ കാട്ടുമെങ്കിൽ 4 അക്ഷരം പഠിച്ചാൽ. ഹലോ, എത്തിയാ? അവളെത്തീന്ന്.
പെണ്ണ് ആവോ, നമുക്ക് നടക്കാം. കാശെടുക്ക്. കാശ് തരാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ ആകെ ഒരു 50 രൂപ ഉണ്ട്, അത് ഞാനെടുത്ത് കൊടുക്കാം. പൊന്നാലും അതെനിക്ക് തരണോട്ടാ. എന്നാ അമ്മ വെളിച്ചെണ്ണ വാങ്ങാൻ തന്ന കാശ്. 50 രൂപ ഞാനൊന്നും നിൽക്കണില്ല. അയ്യോ എടാ, നമ്മളിത് ഒന്നില്ലെങ്കിലും ഒരു ചേട്ടനല്ലേ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യല്ലേ സിസ്റ്ററെ. ഓക്കെ എടാ, എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നീ അലമ്പാണ്ടി മതി. അപ്പം അഭിനയൊക്കെ സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഞാൻ നേഹാനെ പോയി കാണണം. ബാ. ഇത് ഏതോ ഒരു പുതിയ വ്യക്തി. നിനക്കതിനൊന്നും ഇഷ്ടമല്ല, നമുക്ക് ഇങ്ങനെ. അപ്പൊ അതാണല്ലേ കാര്യം. ഇപ്പൊ ശരിയാക്കി തരാം. എടി, ഞാനൊരു കാര്യം പറയട്ടെ. പറ. എനിക്കെന്തോ ഫഹദിനെ ഇഷ്ടമാണെന്നോ. നീ എങ്ങനെ സീരിയസ് ആയിട്ട് പറയാണോ? അതേടി, ഞാൻ സീരിയസ് ആയിട്ട് പറയാനാ. എനിക്കിപ്പോ ഫഹദിനെ കാണണം, കണ്ടേ പറ്റുള്ളൂ. നീ എന്താടി പറയണ? ഫഹദിനെ കാണണോന്നാ? നമുക്ക് പിന്നെ എപ്പോഴേലും പോയി കാണാം. അത് പറ്റൂല, എനിക്ക് ഇപ്പൊ തന്നെ പോകണം. ഞാനും കൂടെ വരാം. ഞാൻ പെണ്ണുമുള്ളൊന്നല്ല. എന്നെ പെണ്ണുമുള്ള വിളിച്ചൊന്നുമല്ല. എന്നെങ്ങാനും പെണ്ണുമുള്ള വിളിച്ചായിരുന്നു. നീ പെണ്ണുമുള്ള, നീ പെണ്ണുമുള്ള, പെണ്ണുമുള്ള തന്നെയാണ്. അതെ, ഇതിവിടെ എന്തൊക്കെയുണ്ടാ സംഭവിക്കണ്ട. നീ പതുക്കെ കോംപ്രമൈസ് ചെയ്തിട്ടോ. എനിക്കൊരു കോള്. ഹലോ അമ്മ, സുഖം കണ്ണാലെ കണ്ണാകെ തൊട്ടപ്പോ തന്നെ പൊട്ടിപ്പോയെൻ്റെ കണ്ണിൻ പിഞ്ഞാണം. മൊട്ടുപോലെ ചിരിച്ചും കൊണ്ടെൻ്റെ ഉള്ളിലാകെ പുത്തുവിരിഞ്ഞില്ലേ. അങ്ങനെ നെയ്യും ഫഹദും നല്ല കമ്പനിയായി. ഇനി ഇവിടെ ആരും ഒറ്റയ്ക്കിരിക്കില്ല. അവർ രണ്ടുപേരും കളിയും ചിരിയുമായി അങ്ങനെ പോകുന്നു. ആനിയാക്ക് കൊടുക്കാനുണ്ടായ ബാക്കി കാശും കൊടുത്ത് ആനിയേയും അങ്ങനെയും പോയി. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. പക്ഷേ ആനിയ പോണ മുമ്പ് അവളെന്തോ പറഞ്ഞിരുന്നു. അവളുടെ മൈൻഡ് സെറ്റിൽ എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് ആർക്കും ഒട്ടും പിടികിട്ടിയിട്ടില്ല. അടുത്ത പോലെ എപ്പോഴും